കണ്ണൂർ നഗരത്തെ വിറപ്പിച്ച കവർച്ചാ സംഘം പിടിയിൽ. താണ സ്വദേശിയുടെ കഴുത്തിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഘമാണ് പിടിയിലായത്. അതിസാഹസികമായാണ് കണ്ണൂർ ടൗൺ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, കണ്ണൂർ നഗരത്തെ വിറപ്പിച്ച കവർച്ചാ സംഘമാണ് പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിരവധി കേസുകളിലെ പ്രതികളാണ്. ഇതിനു മുമ്പും ഈ രീതിയിൽ വലിയ രീതിയിലുള്ള കവർച്ച ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിസാഹസികമായ ഒരു അന്വേഷണമാണ് ഈ കേസിൽ കണ്ണൂർ ടൗൺ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കണ്ണൂർ പാറക്കണ്ടിൽ 29-ന് രാത്രി 10:30-യോടെ താണ സ്വദേശിയായ താരിഖിനെ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി കഴുത്തിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിപ്പിടിച്ച് ഫോൺ, പണം, ATM കാർഡ് എന്നിവ കവർന്ന കേസിലാണ് മൂന്നംഗ സംഘത്തെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കക്കാട് കുഞ്ഞിപ്പള്ളി സ്വദേശി KA നിയാസുദ്ദീൻ, കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ബിനോയ്, മൊകേരി സ്വദേശി അനീസ് എന്നിവരെയാണ് ടൗൺ SI-മാരായ TM വിപിന്റെയും വൈഷ്ണവിന്റെയും നേതൃത്വത്തിൽ അതിസാഹസികമായി പിടികൂടിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ SB കൈലാസ് നാഥിന്റെ മേൽനോട്ടത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന താരിഖിനെ ഈ കൊള്ള സംഘം വളയുകയായിരുന്നു. സ്ക്രൂ ഡ്രൈവർ കഴുത്തിന് കുത്തിപ്പിടിച്ച പണം ആവശ്യപ്പെട്ടു. പോക്കറ്റിൽ ഉണ്ടായിരുന്ന 7000 രൂപ ഈ സംഘം കൈക്കലാക്കി. അതിനുശേഷം ഫോണും ATM കാർഡും വാങ്ങുകയും ചെയ്തു. ATM-ന്റെ പിൻ ഭീഷണിപ്പെടുത്തിയാണ് ഈ സംഘം സ്വന്തമാക്കിയത്. അതുപയോഗിച്ച് പാപ്പിനിശ്ശേരിയിൽ എത്തുകയും അവിടെ വെച്ച് ATM കൗണ്ടറിലെത്തി അവിടെ നിന്ന് പണം പിൻവലിക്കുന്ന സ്ഥിതി ഉണ്ടായി. 2 തവണയായി 20,000 രൂപയാണ് ATM-ൽ നിന്നും പിൻവലിച്ചത്. ഈ മുഖം മറച്ചാണ് ATM-ൽ ഈ സംഘം എത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കൺവെൻഷന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ കുറിച്ചുള്ള ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നത്. പോലീസിന് ഈ മുഖം മറച്ചതിനുള്ള ആളുകളെ ആദ്യം തിരിച്ചറിയുക വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഈ മംഗലാപുരം ഭാഗത്തേക്കാണ് ഈ പ്രതികൾ പോയത് എന്ന് പോലീസ് മനസ്സിലാക്കി. അങ്ങനെ ആ ഭാഗത്തേക്ക് ഏതാണ്ട് നിരവധി 100ഓളം CCTV ക്യാമറ ദൃശ്യങ്ങളാണ് പോലീസിന് പരിശോധിക്കേണ്ടി വന്നത്. അങ്ങനെ ഈ പ്രതികൾ മംഗലാപുരത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നതായ സൂചന പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് വെച്ച് പോലീസ് അതിസാഹസികമായി എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു സിനിമ സ്റ്റൈൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ലോറികൾ റോഡിന് കുറുകെയിട്ട് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുരുക്ക് അവിടെ ഉണ്ടാക്കിയാണ് ഈ പ്രതികളെ പിടികൂടിയത്. രക്ഷപ്പെടാനുള്ള പല ശ്രമങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പോലീസ് മുന്നിൽ ലോറിയും പിറകിൽ ജീപ്പും ഇട്ടുകൊണ്ട് ഈ പ്രതികളെ ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിൽ ഈ ആളുകളെ വളഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു സംഘമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ടൗൺ SI-മാരായ TM വിപിൻ, വൈഷ്ണവ്, രാമചന്ദ്രൻ, ഉദ്യോഗസ്ഥരായ കിരൺ, ബൈജു, ലതീഷ് എന്നിവരും ഈ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പോലീസ് പറയുന്നത് ഇവരുടെ മറ്റ് കവർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മൂന്നംഗ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഷിനിത്.